വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. മലയാളികളുടെ പ്രിയതാരം കലാഭവൻ മണി വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 10 വർഷം. 10 ആണ്ട് പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ചിരിയും പാട്ടും ഇന്നും മലയാളി മനസ്സിൽ മായാതെ ജ്വലിച്ചു നിൽക്കുന്നു. മലയാളികളുടെ പ്രിയതാരം കലാഭവൻ മണി വിടവാങ്ങിയിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. 10 ആണ്ട് പിന്നിടുമ്പോഴും ആ ചിരിയും പാട്ടും ഇന്നും ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ഒളിമങ്ങാതെ നിൽക്കുകയാണ്. ചാലക്കുടിയുടെ മണികിലുക്കം നിലച്ചിട്ട് 10 വർഷം തികയുമ്പോഴും മലയാളിക്ക് മണി വെറുമൊരു നടനല്ല, മറിച്ച് വീട്ടിലെ ഒരംഗത്തെ പോലെയാണ്. ചാലക്കുടിയിലെ ഓട്ടോ ഡ്രൈവറിൽ നിന്നും അഭിനയത്തിന്റെ നെറുകയിലെത്തിയിട്ടും മണ്ണിലിറങ്ങി നടന്ന ആ പച്ച മനുഷ്യൻ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. ഹാസ്യനടനായും വില്ലനായും നായകനായും വെള്ളിത്തിരയിൽ വിസ്മയം തീർത്തപ്പോഴും നാടൻ പാട്ടുകളിലൂടെ സാധാരണക്കാരന്റെ ഹൃദയ താളമായി മാറാൻ മണിക്ക് കഴിഞ്ഞു. 2016 മാർച്ച് 6 ചാലക്കുടി കാടിന്റെയും നാടിന്റെയും പ്രിയപുത്രൻ വിടവാങ്ങിയത്. മണി വിടവാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആവേശമായും ആനന്ദമായും നോവായും കലാഭവൻ മണി ഇന്നും മലയാളിയുടെ കൂടെയുണ്ട്. ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ പോയാലും മണിച്ചേട്ടനൊരു വികാരം തന്നെയാണ്. അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട് ഒരു 10 വർഷമായി എന്നുണ്ടെങ്കിലും അത് ഇന്നലെ നടന്നൊരു സംഭവമായിട്ട് ഇന്നും മനസ്സിൽ തീ പോലെ കത്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും ഈ ഇത്രയും കാലം പോയെങ്കിലും ഇപ്പോഴും മണിച്ചേട്ടൻ ലൈവിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളായാലും അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സജീവമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, മണിച്ചേട്ടൻ പോയതിന് ശേഷം ജനിച്ച കുട്ടികൾ വരെ മണിച്ചേട്ടനെ കുറിച്ച് അത്രയും ആരാധനയോടെ കാണുന്ന കാഴ്ചപ്പാടുകളാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇന്നും ജനഹൃദയങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു കലാകാരൻ, ഒരു മനുഷ്യസ്നേഹിയായിട്ട് ഇപ്പോഴും ജനങ്ങളുള്ളിൽ തന്നെയുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ആളുകൾ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഇവിടെ ഇപ്പം വന്നു പോകുന്ന ആൾക്കാർ എല്ലാ വർഷം കാണുമ്പോഴേ നമ്മുടെ ബന്ധുവീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെ മരിച്ചാലും ഈ വർഷം പോകണ്ട അല്ലെങ്കിൽ അടുത്ത വർഷം പോവാം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ വർഷവും നമ്മൾ ഭക്ഷണം കരുതുമ്പോഴൊക്കെ ഈ വർഷം ആൾക്കാർ കുറവായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരിക്കലും അല്ല, ഓരോ വർഷവും ഇങ്ങനെ അതേപോലെ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.